എന്താ സാറേ? നീ കേട്ടില്ലേ? എന്താ ഇപ്പൊ കേട്ടില്ലേ? ഇപ്പൊ കേട്ടു. ഇത് അവള് തന്നെയാ. നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത്. അവള് ഈസിയായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു. പണ്ടാരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവ ഈ കാലപൂച്ച കരയണത്? 12 മണിയാവുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും. അപ്പ തലക്കടിച്ചാൽ നാളെ അവൻ ഈ നാട് വിടും, ഉറപ്പാ. ഓച്ചിറ വേലുന്റെ ബുദ്ധി അസാധ്യം. എത്ര മണിയായി? നഷ്ടപാരായി കാണും. അവക്കിറങ്ങി നടക്കാൻ പറ്റിയ സമയാ. ആ സുശീലൻ എവിടെ? അവ അടിച്ച് പിറ്റാച്ചിടന്ന് ഉറങ്ങിയായിരിക്കും. കേട്ടില്ലേ? ഇത് അവള് തന്നെയാ. പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയായിരിക്കും. എന്തിന്? നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല, സാറ്. പോളിംഗ് ബൂത്തിൽ വെച്ചാൽ സാറിന് അവള് നോട്ടായിട്ട് കാണും. എവിടെ എവിടെ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? അവള് നിസ്സാരക്കാരിയല്ല. നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. അതേത്? സാറ് വല്ലതും പറഞ്ഞാ? ഇല്ല, താൻ വല്ലതും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് പീസ് ഊരിയ കാര്യം പറഞ്ഞു. ഞാനോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലായി. അവള് ചില്ലറക്കാരിയല്ല, മിമിക്രിക്കാരിയാ. സാറേ, എന്തുപറ്റി? സുശീല, സുശീല, എന്താ എന്താ മനുഷ്യക്കെന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. അയ്യോ, എന്ത് പറ്റി? നമ്മുടെ ചന്ദ്രപ്പനെ പ്രേതം പിടിച്ചു. ആണാ? അയ്യോ, എപ്പോ? സോഡ വേണോന്നാ? സോഡ കുട്ടി ലാർജ് വേണോന്നാ? ആ, മനസ്സിലായ. അവര് സംസാരിച്ചു നഷ്ടപ്പെട്ടു. അവന് ഊമയായി. എടാ തെണ്ടി, എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ കണ്ടതാ. വെള്ള പാവാടയും ബ്ലൗസും, പനംകുല പോലത്തെ മുടി, ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി. പ്രായം 18. മൈഥിലി. ചന്ദ്രപ്പ, എടോ ചന്ദ്രപ്പ. എന്താ സാറേ? കണ്ടില്ലേ, 2 ടയറും പഞ്ചറായി. ഇന്നലെ അവൾ ഈ ബൈക്കിന്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട്. സാറൊരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കോ. വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം. ഓക്കെ. അതെ സാറേ, പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ. ചോരയും നീരും ഊറ്റി കുടിക്കുന്ന ഇനവാ. കണ്ടില്ലേ, അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്. എങ്ങോട്ടാ പോന്നെ? പട്ടി പോണ പട്ടിയാ? ഇന്നലെ നമ്മളെ ശല്യപ്പെടുത്തിയ യക്ഷി. യക്ഷിയോ? അവള്. അയ്യോ സാറേ, ഇത് നമ്മുടെ കോറോത്ത വീട്ടിലെ. കോറോത്തല്ല, കോണോത്ത വീട്ടിലെ. മിണ്ടരുത്. എന്താണോ? സാറേ, അത് ആരാണെന്നാ പറഞ്ഞത്? യക്ഷി. അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചത് ഈ യക്ഷിയാണെന്നാണോ? അതെയോ? എന്താണോ ചിരിക്കുന്നത്? ചിരിപ്പിച്ചിട്ട്. ഇത് യക്ഷിയല്ല, കച്ചി വേറെ. നിർത്തോ, തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. പിന്നെ ജീവിതത്തിൽ താൻ ചിരിക്കത്തില്ല. കുട്ടി മാപ്പാക്കണം. ഒരു വക്കാലത്ത് വേണ്ട. അയാൾ എന്തെന്നെ വിളിച്ചേ? യക്ഷിന്നോ? ഞാൻ ആരാന്നൊക്കെ കാണിച്ചു കൊടുക്കാം. സാറേ, ആ കുട്ടി പ്രേതമൊന്നും അല്ല. സാർ എന്തിനാ അതിനെ യക്ഷി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്? ഇനി അതെങ്ങാനും വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ കുഴപ്പാവത്തേ ഉള്ളൂ. ഏതാ അവള്? ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച MLA-യുടെ ചേട്ടന്റെ മോളാ. ഈ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് MLA എന്ന് വെച്ചാൽ മന്ത്രിയുടെ പവറാ. സഖാവ് കോറോത്ത് രാഘവൻ, ദുർവാസാവിന്റെ അവതാരം. അതിനേക്കാൾ ഭീകരമാണ് അമ്മ കടത്തനാട്ട് മാധവി. മക്കളെ മുലയൂട്ടി അല്ല വളർത്തിയത്, ചോരയൂട്ടിയാ. വക്കീലെ പ്രസാദം. അയ്യോ പാടില്ല. പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ ഇതിനൊക്കെ എതിരാ. പിന്നെ MLA പറഞ്ഞ പോലെ ഇതൊക്കെ ലേഡീസ് സെക്ഷനാ. അയ്യോ മോളെ, മോളുടെ പുസ്തകം. അച്ഛമ്മേ,
ഞാനെന്ന് ആയിഷയുടെ വീട് വരെ പോയിക്കോട്ടെ. തൊഴാനിറങ്ങിയ നിന്റെ കയ്യിൽ ഈ വായനശാല പുസ്തകം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ചമ്മയ്ക്കറിയാം നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരു കൂട്ടായി ഈ ഞാൻ മാത്രമേ ഉള്ളൂന്ന്. എപ്പൊ നിന്നെ കാണുന്നു തോന്നുന്നു അപ്പൊ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ചാടും. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ വായിച്ചു തീർക്കുന്ന ഞാനാണ്. ആ ക്രെഡിറ്റ് നീ എടുത്തോ. പെങ്ങളെ ഒരു 2 മിനിറ്റ്, എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് യക്ഷിയെന്ന് വിളിച്ചതിന് നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ മനസ്സിലായത് കുട്ടിയെ യക്ഷിയെന്നല്ല പിശാചെന്നാ വിളിക്കേണ്ടിയിരുന്നത്. താൻ എന്താ കരുതിയത് ചലഞ്ച് വോട്ട് ചെയ്ത് ബാക്കിയെല്ലാവരും മണ്ടന്മാരാക്കാന്നാ? ചലഞ്ച് വോട്ടോ? അതെ, മരിച്ചുപോയ കുന്നത്ത് വീട്ടിൽ മൈഥിലി എന്ന വോട്ടറുടെ പേരിൽ താൻ കള്ള വോട്ട് ചെയ്തു. അതെ, ഞാൻ അന്ന് ചെയ്തത് കള്ള വോട്ട് തന്നെയാ. താൻ എന്ത് ചെയ്യും? നിക്കവിടെ. അതെ, നിയമത്തിന്റെ മുന്നിൽ താൻ കുറ്റക്കാരിയാ. അതിനുള്ള ശിക്ഷ തനിക്ക് വാങ്ങി തന്നിട്ട് തന്നെ ബാക്കി കാര്യം. എന്ത് ശിക്ഷയോ? ഹെഡോ മൃഗ ഡോക്ടറെ, ഈ നാടിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? നിയമം പറഞ്ഞോണ്ട് ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്ന് ചലിക്കാൻ തന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. താൻ ആരോടോ, ഉണ്ണിയാർച്ചയോ അതോ പൂലൻ ദേവിയോ? ആണുങ്ങളോട് ചോടി സംസാരിക്കരുത്. തനിക്ക് ഞാൻ ആരാന്ന് കാണിച്ചു തരാം. മടി. ഹലോ, ഇവിടെ ഇങ്ങോട്ട്. ഒക്കെ കേട്ടു. അപ്പൊ ഇതായിരുന്നു പ്രശ്നം അല്ലേ? ഈ കുട്ടിയാ അന്ന് മൈഥിലിയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തത്. മിടുക്കി. എന്റെ സാറേ, ഈ കള്ളവോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശമാണ്. കമ്പ്യൂട്ടർ അല്ല, ഇനി ഏത് യന്ത്രം വന്നാലും അത് അതിന്റെ വഴിക്കൊക്കെ നടക്കും. പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ചെവി അറിയണ്ട. ഇനി അതിന്റെ പേരിലൊരു തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റുകത്തി എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് പാർട്ടി എന്ന് വെച്ചാ അത്രയ്ക്ക് ജീവനാ സാർ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? 1 or 2 പ്രാവശ്യം കൈ അബദ്ധം പറ്റി 5 or 6 പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു. ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വീട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്തൊരു ചേർച്ച! ഇപ്പഴാ തിരിച്ചറിഞ്ഞത്, ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്റെ ജാസിഗിത്തിന്റെ പാട്ട് പാടും. എന്താണ് ഇത്? ജാസിഗിത്തിന്റെ പാട്ടാ. എന്തോ ആ കാല് എന്തിന് കാല് പിടിച്ച് പാപ്പ് പറയാനാ? മനുഷ്യരോട് ടെൻഷൻ അടിച്ച് അടുക്കുമ്പോൾ അയാളൊരു പോടോ മാറി. സാറേ, കാക്ക വിളിച്ചാൽ കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ചാൽ ഡോക്ടർ ആകൂല. എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ മാറ്റമില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണയിടാം. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടർ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം. ചന്ദ്രപ്പൻ അച്ഛനാ സത്യത്തിൽ. എന്റെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചോയില്ലടാ. സാറേ, എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ ഇരിക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലടി. രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ, അമ്മിനിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ? സഹിക്കോ? മാറിക്കണോ? തന്റെ ഈ ഓഞ്ഞ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമരമുറയിലൂടെ ഞാൻ നേടിയെടുക്കും. മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം ഇന്ത്യ. സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട. എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. ഡോക്ടർ വാ, MLA യുടെ വീട് വരെ ഒന്ന് പോണം.